ഹലോ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. ഈ ഒരു കേക്കിലെ ആർക്കും എങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് 3 നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുക്കാം കേട്ടോ. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുക്കുക. അതിലേക്ക് നമ്മൾ നേന്ത്രപ്പഴം ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ചെറിയൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്മാഷർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. മിക്സിയിലിട്ടിട്ട് അരക്കരുത് കേട്ടോ. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാര നിങ്ങൾ പൊടിക്കുന്നില്ലെങ്കിൽ 1/2 കപ്പ് ചേർത്താൽ മതിയാകും. ഞാനിപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ആ പഴവും പൊടിച്ച പഞ്ചസാരയും കൂടി പെട്ടെന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കുന്നത് ഈ ഒരു രീതിയിൽ എത്തും കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഓയിലാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അതൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമുക്ക് ബീറ്ററോ അതല്ലെങ്കിൽ ഫോർക്കോ അങ്ങനെ എന്താ പറയുക അങ്ങനെ സ്പെഷ്യലായിട്ട് സ്പൂൺസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണോ കിട്ടുന്നത്, അതിപ്പോൾ മരത്തിൻ്റെ തടിത്തവയായാലും കുഴപ്പമൊന്നുമില്ല, മിക്സ് ചെയ്യാൻ അത് മാത്രം മതിയായിട്ടാ. അങ്ങനെ ഓയിലും പഴമൊക്കെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ 2 മുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ സ്പെഷ്യലായിട്ട് സ്പൂണോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അല്ല, അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ഒരു വിക്സ്കായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെന്നുള്ളൂ. അത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഏതായാലും മതി. അതുപോലെ കേക്കിൻ്റെ ABCD അറിയാത്തവർക്ക് പോലും ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ മുട്ട നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് മൈദയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു അരിപ്പ വെക്കുക, അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചു മാറ്റാം. അപ്പോൾ വീണ്ടും ഞാൻ പറയാന്, നമ്മുടെ വീട്ടിൽ കറുത്തിട്ടുള്ള പഴം ഉണ്ടല്ലോ, തൊലി കറുത്തിട്ടുള്ള പഴമൊക്കെ ആർക്കും വേണ്ടാണ്ട് വെക്കുന്ന പഴമൊക്കെ ഉണ്ടല്ലോ, ആ പഴമൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു കേക്കിന്. അങ്ങനെ മൈദ ഫുള്ളായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് വീണ്ടും മിക്സാക്കി കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം മിൽക്ക് ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് വാനില ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ നമ്മളെ സിനമൺ പൗഡർ ഉണ്ടല്ലോ, അത് കുറച്ച് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെ എല്ലാം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ലോഫ് പാൻ എടുത്തിട്ടുണ്ട്. 7 ഇഞ്ചിനാണ് കേട്ടോ. അത് കുറച്ച് ഓയിൽ തടവിയിട്ട് മൈദ ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ബാറ്റർ നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്ക് ബാറ്റർ ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഓവനിലാണ്. ഓവനിലാണെങ്കിൽ 50 മിനിറ്റ് എടുത്തിന് ഇത് ഉണ്ടാക്കി തീരാനേ. ഓവനിലല്ല, സാധാരണ ഗ്യാസ് സ്റ്റോപ്പിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 1.25 മണിക്കൂറെങ്കിലും ഇതിലേക്ക് വേണ്ടി വരും. അങ്ങനെ ബാറ്ററൊക്കെ മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മേലേലും കൂടി കുറച്ച് ചോക്ലേറ്റ് വിതറി കൊടുക്കുക. അപ്പം നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 50 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ള ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നന്നായിട്ട് ഇതിൻ്റെ ചൂട് മൊത്തം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടീനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് 3 ദിവസം വരെ സൂക്ഷിക്കാൻ പറ്റും, കേടാകൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബാലൂസ് വേൾഡ്.